എന്നിട്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കും, എന്നിട്ട് കഴിക്കും. അതെങ്ങനെയാണത്രേ ഭക്ഷണം വേവിക്കുന്നത്? അതും ഫ്രീ ഓഫ് എക്സ്പെൻസ്. എവിടെയാണത്രേ? ശ്മശാനത്തിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ ശവം കത്തിച്ചതിൻ്റെ മുകളിൽ തങ്ങോട്ട് വയ്ക്കും. അപ്പം ശവത്തിന് കത്തലുമായി, ഇദ്ദേഹത്തിൻ്റെ അരിവേവലുമായി. നമുക്ക് ഇത്ര എക്സ്പെൻസ് ലാഭിച്ചൊരു മഹാനായിരുന്നു അദ്ദേഹം. അത്രയുള്ളൂ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ടോ ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ട് അവിടെ ശ്മശാനത്തിൽ നിന്ന് 2-3 വിറക് കൊള്ളികൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് കിടക്കും. അതെന്തിനാ കാല് വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കാലിൽ മന്ദിരൂപുണ്ട് ഇയാൾക്ക്, ഒരു കാലിൽ. അപ്പം അതിലിങ്ങനെ ഈ എന്താണ് ഒരു പുഴു അരിക്കുന്ന പോലുള്ള ഫീലിംഗ്. അപ്പം അതിന് ചൂട് തട്ടുമ്പോൾ ഒരു സുഖം. അങ്ങനെ ആ സുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോഴാണ് അത്രേ ഒരിക്കൽ ഭദ്രകാളിയും കൂട്ടരും ഡാൻസ് കളിക്കാൻ വരുന്നത്. അന്നിങ്ങനെയുള്ള മൈതാനങ്ങളൊക്കെ കുറവാണ്. ഇന്നാണെങ്കിൽ ഭദ്രകാളി ഇങ്ങനെയുള്ള മൈതാനത്തിലേ വരുള്ളൂ. അപ്പം അങ്ങനെ ഭദ്രകാളിയും കൂട്ടരും ഡാൻസ് കളിക്കാൻ ഇവിടെ വരുമ്പോൾ ഈ ചങ്ങാതി അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അത് കിടത്തം കണ്ടപ്പം കൂട്ടർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഭാഗത്ത് ശവം കത്തണു, ഈ ഭാഗത്ത് വേറൊരു ശവം ഒരു വിറക് കൊള്ളിയുടെയൊക്കെ മുകളിൽ അങ്ങനെ കാലൊക്കെ വെച്ചിട്ട് കിടക്കണു. അത്ഭുതം തോന്നി. അപ്പോൾ ഭദ്രകാളി തൻ്റെ അസിസ്റ്റൻ്റുമാരോട് പറഞ്ഞു, ഒന്ന് വിരട്ടി വിട്ടേക്കാൻ. അപ്പോൾ അവർ ചെന്നിട്ട് പറഞ്ഞു, ദേ എണീക്കണോ. അപ്പോൾ ഒന്ന് നോക്കി, നല്ല കോലങ്ങൾ, ചിരി വന്നു. ഇങ്ങനെയുണ്ടോ ഇവിടെ മനുഷ്യർ എന്നുള്ളത്. ചോദിച്ചു, എന്താ കാര്യം എന്ന്. ഇന്ന് ഞങ്ങൾക്കിവിടെ ഡാൻസ് കളിക്കേണ്ട ദിവസമാണ്, ഞങ്ങളിന്ന് ഡാൻസ് കളിക്കാൻ വന്നിരിക്കുകയാണെന്ന്. കളിച്ചോളൂ, അപ്പുറത്ത് സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ തന്നെ കളിക്കണപ്പം എന്നതൊരു നിർബന്ധമുള്ളത്. ഏയ് അങ്ങനെയല്ല, ഞങ്ങളുടെ കളിയെ മനുഷ്യരൊന്നും കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ നിങ്ങളുടെ കളി കാണണമെന്നെന്താ പോലെ മോഹം. ഞാൻ നിങ്ങളുടെ കളി കാണാനൊന്നും വന്നതല്ല, ഇതാ കിടക്കണോ ഞാൻ എന്ന് പറഞ്ഞു. കണ്ണടച്ചു. എടോ കണ്ണു തുറക്കടോ ഒന്ന്, അപ്പുറത്തേക്ക് മാറി കിടക്കാം. പറഞ്ഞു, ഞാനൊരു നിയമം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഡാൻസ് കളിക്കണം എന്നുള്ള നിയമം പോലെ ഞാൻ എവിടെ ഭക്ഷണം കഴിച്ചോ അവിടെ കിടന്നുറങ്ങും. എവിടെ കിടന്നോ അവിടുന്ന് എണീക്കാറും ഇല്ല. അപ്പം നീ എണീക്കില്ലേ അവിടെ നിന്ന്? ഒട്ടും എണീക്കാനുള്ള ഭാവമില്ല. ഞങ്ങൾ പേടിപ്പിക്കുന്നതിനെ പേടിപ്പിച്ചോ. അങ്ങനെ അവർ പല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടും വളരെ കൂളായിട്ട് നിങ്ങളെക്കാൾ അപ്പുറം കണ്ടിരിക്കണം പലതിനെയും. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലല്ലേ ജനിച്ചത്. ഒരു വിഷമമുണ്ടായില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പല അവരുടെ ഗോഷ്ഠികളും ഇതൊക്കെ കണ്ടിട്ടും ഒരു ഭയവും ഉണ്ടാവാതെ അവിടെ കിടന്നു എന്നാണ്. അപ്പോൾ ഇവർ ചെന്ന് ഭദ്രകാളിയോട് റിപ്പോർട്ട് ചെയ്തു, ഭദ്രകാളി ഇങ്ങനെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ ഒന്നും ഒരു ചേഷ്ടകളും ഇയാളെ പേടിപ്പിക്കുന്നില്ല എന്ന്. ഓഹോ, അപ്രകാരം ഭദ്രകാളി അങ്ങോട്ട് വന്നു. അത്രേ 10 തലയൊക്കെ അങ്ങോട്ട് കാണിച്ചു. ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അലറി. ഇതൊക്കെ കണ്ടകം നാരായണ ഭ്രാന്തൻ ഒന്ന് ചമ്രം പടിഞ്ഞിരുന്ന് തപ്പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭദ്രകാളി ഇപ്പം എത്ര കാര്യമായിട്ട് ചിരിക്കാൻ എന്താ കാര്യമുള്ളത് എന്ന്. അല്ല, ഈ 10 തലയ്ക്ക് ജലദോഷം വന്നാലുള്ളൊരവസ്ഥ എന്തായിരിക്കുന്നത്? ഒരു തലയ്ക്കൊക്കെ ജലദോഷം വന്നിട്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം, എങ്ങനെ ഈ ജലദോഷം വന്ന ചീറ്റുക എന്നൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ കാണിച്ചതെന്നാണ് തോന്നിയതെന്ന്. സന്തോഷമായിട്ടോ ഒന്ന്, ഇനി ഉപദ്രവിക്കരുതേ, ഇനി അലറരുതോ, ഒന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന്. എടോ ഇവിടുന്ന് പോകണമെന്ന്. ഇവിടുന്ന് പോകാനുള്ള ഭാവമില്ല. ഞങ്ങളുടെ ഡാൻസ് എന്നെ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് മാറ്റി കിടത്തിക്കോളൂ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ ഡാൻസോ കുത്തോ എന്താ വെച്ചാൽ കണ്ടോളൂ. എന്തായാലും നാരായണത്തെ ഭ്രാന്തൻ പോകുന്ന പ്രശ്നമില്ല. അവസാനം ദേവി പറഞ്ഞു, ശരി സമ്മതിച്ചു, തോറ്റു ഞങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ മനുഷ്യർ കണ്ടാൽ ആ മനുഷ്യർക്ക് വല്ല വരവും കൊടുക്കണം. അതുകൊണ്ട് ഒരു വരം നീ ചോദിച്ചോളൂ. എന്നാലൊരു വരം തന്നേക്കൂ, നിങ്ങളൊരു വരം വേണ്ട എന്നുള്ളൊരു വരം. ഭദ്രകാളിയോട് അങ്ങോട്ട് പറയാണ്, എനിക്ക് നിങ്ങളുടെ യാതൊരു അങ്ങനെ പറയാൻ പാടില്ല, ധിക്കാരം പറയരുത്, എന്തെങ്കിലും വരം. ഒരു വരവും വേണ്ട, ഒന്നും. എന്നാൽ ഒരു വരം തന്നേക്കൂ. എന്താ? ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതൊന്നല്ല വേണ്ട, വേറെ വല്ല വരം ചോദിക്കൂ. ശരി, ഞാൻ എന്നാ മരിക്കുക. അത് കാര്യമായിട്ടുള്ള കാര്യമാണ്. ദേവി അപ്പം തന്നെ കണക്ക് കൂട്ടി കൊടുത്തു, ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്ന ദിവസം എന്ന്. ഓഹോ, ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിലെ ഇന്ന ദിവസം. എന്നാൽ എനിക്ക് അന്ന് മരിക്കണ്ട, പിറ്റേ ദിവസം മരിച്ചാൽ മതി. ഒരു എക്സ്റ്റൻഷൻ തന്നേക്കുമെന്ന്. ഉടനെ ദേവി പറഞ്ഞു, അയ്യോ അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നാ വേണ്ട, മൈനസ് ചെയ്തോളൂ, ഞാനൊരു ദിവസം നേരത്തെ പോയിക്കോളാം. അത് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു, അതും ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന്. പിന്നെന്ത് കുന്താ നിങ്ങൾക്ക് വരം തരാനുള്ള കഴിവുള്ളത്? ഒരു ദിവസം നേരത്തെയും മരിക്കാൻ സമ്മതിക്കില്ല, പിറ്റേ ദിവസം മരിക്കാനുള്ള ശക്തി തരാൻ കഴിവില്ലെങ്കിൽ. പറഞ്ഞു, അതിനൊന്നുള്ള വേറെ വല്ലതും ചോദിക്കുമോ? എന്നൊരു കാര്യം ചെയ്യൂ, കുറേ നേരം ഈ മരത്തിൻ്റെ മുകളിൽ വയ്ക്കണോ, ഇനി മറ്റേ കാലൊന്ന് വെക്കണമെങ്കിൽ ഈ കാലിലെ മന്തെടുത്ത് മറ്റേ കാലിലേക്ക് വെച്ചോളൂ എന്ന്. അത്രയൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുള്ളത്.
അതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള പലരും ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്ന ലീലകൾ എന്നാണ്. അവരത്രയും അതിനെയൊക്കെ വില വെച്ചിട്ടുള്ളൂ പറയാണ്. ഇന്ന് നമ്മൾ വലുതെന്ന് കരുതുന്നത് അവരുടെ മുന്നിൽ നിസ്സാരങ്ങളായിരുന്നു. അതിനും വലുതൊക്കെയായിരുന്നു അവർ നേടിയെടുത്തത്. അതുകൊണ്ട് പറയുന്നു, ഈ ശരീരം ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് കാലം നിശ്ചയിച്ചു വെച്ചു. ഇനി അതിൽ നിന്ന് മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ പറയും, ഗീതയിൽ പറയും, തസ്മാത് ത്വമുത്തിഷ്ഠ യശോലഭസ്വാം ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമദ്ധം മയേ വേദേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവസവ്യസാജിൻ. അർജുനനോട് പറയാണ് അവിടെ, കാലോസ്മി ലോകക്ഷയകൾ പ്രബദ്ധോ, കാലമാകുന്ന ശക്തി ഞാൻ, ഇതിനെയൊക്കെ നേരത്തെ തന്നെ മയേ വേദേ നിഹിത പൂർവമേവ, ഞാൻ തന്നെ ഇവരെയൊക്കെ കാലരൂപത്തിലിരുന്ന് കൊന്നുകഴിഞ്ഞു. നീ കേവലം നിമിത്തമാത്രം ഭവസവ്യസാജിൻ, നീ കേവലം ഒരു നിമിത്തം മാത്രം. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ മരിക്കുന്നത് വരെ ജീവിക്കണം എന്നുള്ളത് ഒരു നിമിത്തമാണ്. ഈ ശരീരം ഇത്രയും കാലം ഇവിടെ നിലനിൽക്കണം. നമ്മളതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലല്ലോ നിങ്ങളുടെ ജീവിതം തളരും. ഒരു നിമിത്തം. എത്ര കാലം ജീവിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ കാലം നിശ്ചയിച്ചു കഴിഞ്ഞു. കാലം എങ്ങനെ നിശ്ചയിച്ചു? നാം മുമ്പ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. കർമ്മം എന്തുകൊണ്ട് ചെയ്തു? അതിൻ്റെ പിന്നിൽ കാമത്തിൻ്റെ പ്രേരണയുള്ളതുകൊണ്ട്. കാമം എന്തുകൊണ്ട് വന്നു? കാമം വരാൻ കാരണം അന്ന് നമ്മുടെ മനസ്സ് എവിടെ നിന്നാണോ വന്നത്, എങ്ങോട്ടാണോ പോവേണ്ടത്, ആരിലേക്കാണോ ചേരേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തി കിട്ടാൻ എന്താ വഴി? എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിലേക്ക് തന്നെ മനസ്സിനെ തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. ഇതല്ലേ സയൻസ് എന്ന് പറയുന്നത്? ഇപ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് ഓജസ്സഹോബലം പ്രാണം അമൃതം മൃത്യുമേവ ച തമജ്ഞായ ജനോ ഹേതു ആത്മാനം മന്യതേ ജഡം. അവിവേകികളായിട്ടുള്ള ആളുകൾ തൻ്റെ ഓജസ്സും തേജസ്സും ബലവും ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ, താൻ ജീവിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവന് തോന്നുകയാണ് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മഹത്വം കൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് എന്നാണ്. നമ്മുടെ ആരുടെയും മഹത്വം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരം പരിപൂർണമായി ജഡമാണ്. അതിലേക്ക് പ്രാണവായു പ്രവേശിക്കുന്നത് നമ്മുടെ മഹത്വം കൊണ്ടാണോ? ആണോ അല്ലയോ? എന്നാൽ മരിച്ചു കിടക്കുന്ന ശരീരത്തിലേക്കൊന്ന് വായു പ്രവേശിക്കട്ടെ, അയാളുടെ മഹത്വം കൊണ്ടൊന്ന് പ്രവേശിക്കുന്നത് കാണട്ടെ. ശ്വസിക്കുന്ന വായുവിലേക്ക് നോക്കൂ നിങ്ങൾ. അന്തരീക്ഷത്തിൽ ഓക്സിജനുണ്ട്, ഹൈഡ്രജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, എന്തെല്ലാം പ്രകൃതി വാതകങ്ങളുണ്ട് ഇല്ലേ? അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ മാത്രം ഉള്ളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണോ? ഒരു പല്ല് പോയാൽ തിരിച്ചു വരുത്താൻ കഴിവുണ്ടോ? നമുക്ക് സെറ്റ് പല്ല് വയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? ഒരു ഭർത്താവ് ഡോക്ടറുടെ അടുത്ത് നിന്ന് മൂക്കിലൊരു മുറിവ്, എന്ത് പറ്റിയെന്ന് വെച്ചു. പറഞ്ഞു പല്ല് തട്ടിയതാണെന്ന്. ആരുടെ പല്ല്? ഭാര്യയുടെ പല്ല്. ഭാര്യ മൂക്ക് കടിച്ചു. എന്താ കുഴപ്പമുണ്ടായതെന്ന്? മൂക്ക് കടിച്ചതൊന്നുമല്ല. പിന്നെന്ത് പറ്റി? അവളുടെ പല്ല് പറ്റി എത്രയേ ഉള്ളൂ. എന്താ ഉണ്ടായതെന്ന്. ഞാൻ അവളോട് ദേഷ്യപ്പെട്ടപ്പം അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒറ്റ ആട്ട്. അപ്പം എങ്ങനെയാ പല്ല് ഇത്ര മുറിവുണ്ടാക്കുക? അത് തെറിച്ചു പറ്റിയതാണെന്ന്. അപ്പം അവളുടെ പല്ല് വായിൽ നിന്ന് തെറിച്ചിട്ട് എൻ്റെ മൂക്കിൽ പറ്റിയിട്ടാണ് മുറിവ് പറ്റിയതെന്ന്. നമുക്കതിനുള്ള കഴിവേ ഉള്ളൂ, അത് വെക്കാനുള്ള കഴിവേ ഉള്ളൂ. വരുത്താനുള്ള കഴിവുണ്ടോ? മുടി കൊഴിഞ്ഞു പോയത് അവിടെ വെക്കാനുള്ള കഴിവുണ്ടോ? ഇതൊന്നും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അല്ലേ? വളരെ രസകരമായിട്ട് ഹരിനാമകീർത്തനത്തിൽ പറയുന്നു, ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോനായികവേനമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരതനാരായണായ നമ. നമ്മൾ ഈ ലൗകിക ലോകത്തിൽ ഞാനാണ് എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ അപ്പം ഉറപ്പിച്ചു കൊള്ളണം, ഇതെല്ലാം എനിക്ക് സാധ്യമാക്കി തീർത്തത് ഭഗവാൻ തന്നെയാണ്, ഭഗവാനാണ്. ഭഗവാന്റെ ശക്തിയിലാണ്. നോക്കൂ, വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയണത്. ഈ ശരീരം, വായു, മനസ്സ്, ഇതെല്ലാം വൈവിധ്യങ്ങളാണ്. ശരീരം സ്ഥൂലമായ ജഡമാണ്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് പ്രാണവായു. ആ പ്രാണവായുവിനെ കൊണ്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ച്
ഇതിലൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു ശക്തിയാണ് മനസ്സ്. ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകും. ശരീരത്തിൽ നിന്ന് വിട്ടുപോവാൻ പ്രാണവായുവിന് സാധിക്കും, ശരീരത്തിൽ നിന്ന് വിട്ടുപോവാൻ മനസ്സിന് സാധിക്കും. ഇവരൊക്കെ വിട്ടുപോവാതെ ഇതിൽ പിടിച്ചു വെച്ച്, ഒട്ടിപ്പിച്ചു വെച്ച്, ചേർത്ത് വെച്ച് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളാണോ? ആണോ? നമ്മുടെ കഴിവുകൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ മേജർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ ഒപ്പിട്ട് മേടിക്കുന്നത്. ഒരു ഗ്യാരണ്ടിയും അവർക്ക് പറയാൻ സാധ്യമല്ല. തിരിച്ചു വരുന്നോ, തിരിച്ചു വന്നാൽ അയാൾക്ക് പൂർണ്ണ ബോധം ഉണ്ടാവുമെന്നൊന്നും പറയാൻ സാധ്യമല്ല. ഉണ്ടോ? ഇതെല്ലാം ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ചേർത്ത് വെച്ചിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പം ആ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. മനസ്സ് ഉണർന്നു വരാത്തോടത്തോളം കാലം ഞാനെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. ഉണ്ടോ? ഒരു വസ്തു എടുത്ത് വെക്കണമെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിനോട് കമാൻഡ് കൊടുക്കണം. വേണ്ടേ? പ്രാണവായു പ്രവർത്തിക്കണം. വല്ല പാരലിറ്റിക് അറ്റാക്ക് ആയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പം പ്രാണന്റെ പ്രവർത്തനം ഇതിൽ നടക്കണം. അപ്പം പ്രാണന്റെ പ്രവർത്തനം കൊണ്ട് ഇത് ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്ത് വെക്കൂ എന്ന് ആര് പറയണം? മനസ്സ് പറയണം. ഇപ്രകാരമൊക്കെ പറയണമെങ്കിൽ മനസ്സിനെയും പ്രാണനെയും ശരീരത്തെയും ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കേവലം ഒരു ഉപകരണം മാത്രമാണ്. നിമിത്തമാത്രം ഭവസവ്യസാജിൻ എന്നുള്ള ബോധം എടോ ഇന്ദ്ര നിനക്കുണ്ടെങ്കിൽ നിനക്ക് യുദ്ധം ചെയ്യാം. അതുകൊണ്ട് പുരുഷ പ്രകൃതി വ്യക്ത ആത്മാ ഭൂതേന്ദ്രിയാശയ ശക്നുവന്ധ്യസ്യ സർഗാദോ നവിന യദനുഗ്രഹൽ. ഇവിടെ എന്ത് കാണുന്നതും പ്രകൃതി, വ്യക്തം, ആത്മാ, ഭൂത, ഇന്ദ്രിയ, ആശയ, ശക്നുവന്തി, ഇവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനസ്സിനും പ്രാണനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുരുഷ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നർത്ഥം. ഈ അഹങ്കാരത്തിനെല്ലാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യസ്യ അനുഗ്രഹാൽ എന്നാ മനസ്സിലാവുമല്ലോ. എന്ത് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ കണ്ണിലേക്ക് നോക്കൂ, കാണാൻ സാധ്യമല്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ വായിലേക്ക് നോക്കൂ, സംസാരിക്കാനുള്ള കഴിവില്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ചെവിയിലേക്ക് നോക്കൂ, കേൾക്കാനുള്ള ശക്തിയില്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് നോക്കൂ, ചലിക്കാനുള്ള ശക്തിയില്ല. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് സാധ്യമാക്കി തീർത്തത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രാണനും മനസ്സും അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനുമാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമുക്ക് വിനയം കൊണ്ടുവരാൻ സാധിക്കണം. നമ്മൾ പുറമേ ജീവിക്കുന്ന സമയത്ത് ഞാനാണ് ഇത് ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ കഴിവാണ് എന്നൊക്കെ പറയുമ്പോഴും ലോകത്തിന് അതേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴേക്കും പറഞ്ഞേക്കണം, ഇതെല്ലാം അവിടുത്തെ കാരുണ്യവും അവിടുത്തെ ദയയും അവിടുത്തെ വാത്സല്യവും അവിടുത്തെ അനുഗ്രഹവുമാണ്, ഞാൻ കേവലം ഒരു ഉപകരണം മാത്രമാണെന്ന് പറഞ്ഞ് മനസ്സിനെ അപ്പോഴേക്കും സമാധാനിപ്പിച്ച് ഭഗവാനിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ അങ്ങേക്കൊരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല, ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തസ്മാൽ അകീർത്തിയശസോ ജയാപജയോരപി സമസ്യൽ സുഖദുഃഖാഭ്യം മൃത്യു ജീവിതയോത്തതാ. അതുകൊണ്ട് ഇന്ദ്ര തസ്മാൽ, അതുകൊണ്ട് കീർത്തി അകീർത്തി അതുപോലെ യശസ്സോ ജയ അപജയോരഭി ഇതൊക്കെ വരും ജീവിതത്തിൽ. അകീർത്തി വരും, കീർത്തി വരും, ജയം വരും, പരാജയം വരും. ഇതെന്ത് വന്നാലും മനസ്സിനെന്ത് ചെയ്യണം? സമസ്യാൽ സുഖദുഃഖാഭ്യം, സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയോടുകൂടി കൊണ്ടുവച്ചാൽ ന ബദ്ധ്യതേ, ആ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്പം നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ, അതായത് ഭാരതീയ സംസ്കാരത്തിൽ പാപം എന്ന് പറയുന്നത് എന്താണ്? പാപം, വാട്ട് ഈസ് സിൻ? സിൻ എന്ന് പറയുന്നത് നമ്മൾ അഭിമാനം വയ്ക്കുമ്പോഴും ദുരഭിമാനം വയ്ക്കുമ്പോഴും അപമാനം വയ്ക്കുമ്പോഴുമാണ്. അവമാനവും അല്ലെങ്കിൽ അപമാനവും ദുരഭിമാനവുമാണ്, അഭിമാനവുമാണ് പാപം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ പറയണത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിൽ പോലും ഇത് ഞാനാണ് ചെയ്തതെന്ന അഭിമാനം വെച്ചാൽ അതൊരു പാപമാണത്. അത് പാപമാണത്. അതെന്തുകൊണ്ടാണ് പാപമായത്? അങ്ങനെ നല്ല കാര്യം ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചത് ഭഗവാന്റെ കാരുണ്യവും സാന്നിധ്യവും സഹായവും കൊണ്ടാണ്. അപ്പം അഹങ്കരിക്കുന്നതും പാപമാണ്. ഇനി അപമാനിക്കുന്നത്, അവമാനം, ഒന്ന് താഴ്ത്തുക ഒന്ന് ഉയർത്തുക. താൻ ഒന്നിനും കഴിവില്ലാത്തവനാണ്,
തനിക്കെന്നും ദുഃഖങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറയുന്നതും പാപമാണ്. അതെങ്ങനെയാണ് സ്വാമി പാപമാവുക? ദുഃഖങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിനെ താഴ്ത്തുമ്പോൾ നാം ഭഗവാനിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്ന് മാത്രമല്ല, കൂടെ ഭഗവാനുണ്ട്, ആ ഭഗവാൻ എന്നെ ഉയർത്താൻ സാധിക്കുമെന്നുള്ള പരമസത്യം പോലും നമ്മൾ മറന്നു പോകുന്നു. അപ്പം ഭഗവാനെ അവഗണിച്ചുകൊണ്ട് നമ്മളെ താഴ്ത്തുന്നത് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഭഗവാൻ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, പാപത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്വസ്വ ന ഏവം പാപമവാപ്സ്യസി ന പാപം അവാപ്സ്യസി. ഒക്കെ ലളിതമായ സംസ്കൃതമാണ്. ന ഒരിക്കലും പാപം അവാപ്സ്യസി, അവരെ പാപം സ്പർശിക്കുകയില്ല, തൊടുകയില്ല, അവരെ പോയി ലിപ്യതേ, അവരെ പോയി ഒട്ടിപ്പിടിക്കില്ല. ആരെ ഒട്ടിപ്പിടിക്കില്ല? സുഖദുഃഖേ സമേ കൃത്വാ. ആരെ? സുഖത്തിലും ദുഃഖത്തെയും സമമാക്കി വയ്ക്കാൻ സാധിക്കുന്ന ലാഭ അലാഭോ ജയാ ജയോ, ജയത്തെയും പരാജയത്തെയും, ലാഭത്തെയും നഷ്ടത്തെയും. ഇപ്പം ലാഭം വരുന്ന സമയത്ത് അഭിമാനം കൊണ്ട് നാം പൊങ്ങാതെ, പുറമേക്കൊക്കെ നമ്മൾ പൊങ്ങണം, ആഘോഷിക്കണം, പക്ഷെ ഉള്ളിൽ പറഞ്ഞേക്കണം, നിമിത്തമാത്രം, ഞാൻ ഭഗവാന്റെ ഒരു നിമിത്തമാണ്, അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് സാധിച്ചത്. അതുപോലെ നഷ്ടം വരുമ്പോഴും ഉടനെ പറഞ്ഞേക്കണം, ഇതും ഭഗവാന്റെ ഒരു അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ നിശ്ചയമാണ്, അതും അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയണമെങ്കിൽ നല്ല ബുദ്ധി വേണേ, ഒരു നാരദ മഹർഷിയുടെയൊക്കെ ബുദ്ധി വേണം. അമ്മ മരിച്ചു കിടക്കുമ്പോൾ നോക്കി പറയുന്നത് അനുഗ്രഹം മന്യമാന. അമ്മയുടെ മരണം പോലും ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും നമുക്ക് ഭഗവാന്റെ നിയോഗമാണ്, നിശ്ചയമാണെന്ന് കരുതിയിട്ട് നമ്മൾ കേവലം ഒരു നിമിത്തമാണ്, എനിക്കിങ്ങനെ പരാജയം സംഭവിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്രയും ലോസ് വരണം എന്നുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യണം? ഉയർത്തിക്കൊള്ളണം. ഇങ്ങനെ നമുക്ക് ഉയർത്താൻ സാധിച്ചാൽ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴല്ലോ ആ വഴി നഷ്ടപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കപ്പിൾസ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഹണിമൂണിന് വേണ്ടി പോയി. ഇപ്പോഴൊക്കെ വിദേശത്താണല്ലോ ഹണിമൂണൊക്കെ പോവുക. ഇവർ മൗറീഷ്യസിലേക്കാണ് പോയത്. അവിടെ കുറേയും കൂടി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമെന്നൊക്കെ കേട്ടിട്ട് അവർ മൗറീഷ്യസിലേക്ക് പോവാണ്. അങ്ങനെ പ്ലെയിനിൽ കയറിയിരുന്നു. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം പൈലറ്റ് പറഞ്ഞു, സംഗതി ഒരു എൻജിൻ കേടുവന്നിരിക്കണമെന്ന്. പാവം കല്യാണം കഴിഞ്ഞ് ജീവിതം കണ്ട് തുടങ്ങാൻ പോവുകയാണ്. ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു, നമ്മൾ മരിക്കുമോ, നമ്മൾ ജീവിക്കില്ലേ, മരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ടെൻഷൻ അടിക്കാതെ. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു ഭർത്താവ്. അത് കഴിഞ്ഞ് IT, അതാണല്ലോ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൈലറ്റ് പറഞ്ഞു, നമ്മുടെ രണ്ടാമത്തെ എൻജിനും, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്, ഞാനൊരു ദ്വീപ് കാണുന്നുണ്ട്, ആ ദ്വീപിൽ ഒരു ബീച്ച് കാണുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ അവിടെ ലാൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ ഹൃദയം ഒരുക്കി ഭഗവാനോട് പ്രാർത്ഥിക്കൂ, നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെടുന്നു. അദ്ദേഹം എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നല്ല സമർപ്പണ ബുദ്ധിയോടുകൂടി പ്ലെയിൻ അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു. ആ മണലിൽ എങ്ങനെയോ പോയി സംഗതി നിന്നു. എല്ലാവർക്കും തലമുട്ടലും അതും ഇതൊക്കെ ആയിട്ട് വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഡോറൊക്കെ തുറന്ന് പുറത്ത് ചാടുമ്പോൾ ഒരു മനുഷ്യൻ പ്രവേശിക്കാത്ത പ്രദേശം. ആ കടലിൽ കൂടെ ഒരു കപ്പൽ പോലും പോവില്ല, മത്സ്യം പിടിക്കുന്നവർ പോലും വരില്ല. അത്രയും വിജനമായിട്ടുള്ള സ്ഥലം, ഒരു മനുഷ്യനില്ല അവിടെ. അപ്പം എങ്ങനെയും ജീവിക്കുക? പൈലറ്റ് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ആരെങ്കിലും വരുന്ന കാലം വരെ വെള്ളവും കുടിച്ച് ജീവിക്കാൻ, വല്ല മത്സ്യമൊക്കെ കിട്ടിയാൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞിട്ട് ഇരുന്നൊരു കാര്യമില്ല, ഇലയൊക്കെ എടുത്ത് കഴിക്കുക, വേറെ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം, അത് ഇനി നിവൃത്തിയുള്ളൂ. ആരെങ്കിലുമൊക്കെ വരണ്ടേ? ഫോണൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വലിയ വിഷമമായി. നമ്മുടെ 75 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ്, 40 ലക്ഷത്തിൻ്റെ കാറ്, എൻ്റെ 20 ലക്ഷത്തിൻ്റെ കാറ്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? അച്ഛൻ പോട്ടെ, അമ്മ പോട്ടെ, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ ഇനി വീണ്ടും കിട്ടാൻ എന്താ വഴി എന്നൊക്കെ പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കടി, ഇതൊന്നും നഷ്ടപ്പെടില്ല, ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതെങ്ങനെ? അതൊക്കെ കിട്ടുമെടി. എനിക്കറിയോ, 70 ലക്ഷം ഞാൻ ICICI ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അവരെന്നെ കണ്ടുപിടിക്കാതിരിക്കില്ല, അവരെങ്ങനെങ്കിലും എന്നെ കണ്ടുപിടിക്കാൻ ഈ വഴിക്ക്
വന്നിരിക്കും. അന്ന് നമുക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഏത് പ്രശ്നത്തിനും ഒരു വഴി ഉണ്ടാവാണ്ടിരിക്കില്ല. ഇരുന്നെന്തിനാ വെറുതെ ടെൻഷൻ അടിച്ചിട്ടുള്ള ജീവിതം നശിപ്പിക്കുന്നത്? കാരണം ലോൺ എടുത്തിരിക്കുകയാണ്. അവർ കണ്ടുപിടിക്കാതിരിക്കില്ല. നോട്ടീസ് പോയിട്ടില്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും. ഇതുപോലെ നമ്മളെയൊക്കെ ഭഗവാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്രകാരമുള്ള ഭഗവാൻ ഉണ്ടായിട്ട് നീ എന്തിനാ ഇന്ദ്ര വിഷമിക്കുന്നത്? സമസ്യാൽ, മനസ്സിലെന്ത് ചെയ്യണം? സമബുദ്ധി വെച്ചുകൊണ്ട് നീ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന് വലിയ അതിശയായി. ഇന്ദ്രൻ അവിടെ നിന്ന് ചാടി എണീറ്റ് ആ വൃത്രാസുരന്റെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് പറയാണ്, ഇന്ദ്രോ വൃത്രവജശ്രുത്വ ഗദാളീകമപൂജയൽ ക്രീതവജ്രപ്രഹസന്തമാഹ ഗദവിസ്മയാം അഹോധാനവസിദ്യോസി യസ്യതേ മതിരീദൃശി ഭക്തസർവാത്മനാത്മാനം സുഹൃദം ജഗദീശ്വരം. അസുരനായിരിക്കുന്ന നീ ഭഗവാന്റെ സുഹൃത്തായിരിക്കുന്നു. എനിക്ക് കൊതി തോന്നുന്നു നിന്നെ കാണുമ്പോൾ. എത്രയോ നീ മനസ്സുകൊണ്ട് ഭഗവാനോട് അടുത്തെത്തിയിരിക്കുന്നു. ഏറെക്കുറെ നിന്റെ മനസ്സ് ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. നീ ശരീരം കൊണ്ട് മാത്രമാണ് അസുരനായിരിക്കുന്നത്. കല്ലിതം മഹദാശ്ചര്യം യദരജ പ്രകൃതേസ്തവ വാസുദേവേ ഭഗവതി സത്വാത്മനി ദൃഢാമധി. ഇത് വലിയ ആശ്ചര്യമായിരിക്കണം. ഒരു വശത്ത് നിന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ രജപ്രകൃതേ, രജസ്സിന്റെ അസുരഭാവമാണ്. മറുവശത്തോ മതി, നിന്റെ മനസ്സുണ്ടല്ലോ, ദൃഢമായിരിക്കുന്നു. ആരിൽ? വാസുദേവേ ഭഗവതി. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനിൽ നിന്റെ മനസ്സ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് നീ ഭഗവാനിലും ശരീരം കൊണ്ട് നീ അസുരനുമാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. യസ്യ ഭക്തിർ ഭഗവതി ഹരോ നിശ്രേയസേശ്വരേ വിക്രീഡിതോ അമൃതംബോധോ കിം ക്ഷുദ്രൈ ഘാതകോദകൈ. ആർക്കാണോ ഭഗവാനിൽ ദൃഢമായ ഭക്തിയുള്ളത് അവര് അമൃതമാകുന്ന സാഗരത്തിൽ നീന്തി തുടിക്കുമ്പോൾ, ഞാനൊക്കെ എവിടെയാണ് വൃത്രാസുര ഇരിക്കുന്നതെന്നറിയോ? ഘാതകോദകൈ. ഓടവെള്ളത്തിലൊരു പുഴുവിന്